ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മോഹൻരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജയിലാണ്. അപ്പോൾ ജയിലിൽ ഇങ്ങനെ മനോഹറും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇങ്ങനെ ജോലി ചെയ്യുകയാണ്, കിളക്കുകയും പുല്ല് പറിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. സമയത്ത് ബകാസുരനും അതേപോലെ തന്നെ വിക്രവും ആണെങ്കിൽ ഇവരെ തന്നെ ഇങ്ങനെ ഈ മനോഹറെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. മനോഹർ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ബകാസുരൻ കിട്ടുന്നതൊക്കെ പാഴാക്കില്ലല്ലോ, അവനെ കൊല്ലണമെന്നും പറഞ്ഞുകൊണ്ടാണ് നേരെ അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ വിക്രം ആണെങ്കിൽ അല്ല ഇനിയിപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവോ? ഇല്ലടാ, അവൻ ആ കല്യാണം വേണ്ടെന്നും പറഞ്ഞുകൊണ്ടല്ലേ നടന്നത്. എന്നാലും ഗംഗേട്ടൻ തിരിച്ചു വന്നിരുന്നെങ്കിലേ ഒരു മനസമാധാനം ഉണ്ടായിരുന്നായിരുന്നു. ഏതായാലും ആ കല്യാണിയെയും അതേപോലെ തന്നെ കാർത്തിയെയും കൊന്നുള്ളൊരു വിവരം എൻ്റെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും എനിക്ക് നോക്കാനില്ല എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാർ വരുന്നത്. അപ്പോൾ പോലീസുകാർ ചോദിക്കുകയാണ്, എന്താടാ രണ്ടുപേരിങ്ങനെ വാചകം അടിച്ചിട്ട് നോക്കി നിൽക്കുന്നത്, നിനക്കൊന്നും പണിയില്ലേടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അയ്യോ സാറേ പണി ചെയ്യാൻ പോവുമായിരുന്നു സാറേ ഞങ്ങൾ. എടാ നിങ്ങൾ വല്ല കാര്യങ്ങളും വല്ല അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, എന്ത് കാര്യങ്ങൾ? അല്ല നിനക്കൊരു പെങ്ങളുണ്ടല്ലോ കാർത്തിക, അവളുടെ കല്യാണം കഴിഞ്ഞു. അവളുടെ കല്യാണം കഴിഞ്ഞെന്നോ? അപ്പോൾ ബകാസുരനെ എടുത്ത് വായിക്കും, അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ. വരനാരാ? മറ്റേവനല്ലല്ലോ വരൻ. എന്നേടാ അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. വരനെ അവൻ തന്നെയാണ്, ആ ദിലീപ്. ഗംഗാപ്രസാദിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് അവരെല്ലാവരും കൂടി അങ്ങനെ ഒരു കളി കളിച്ചത്. മീഡിയക്ക് മുന്നിൽ പോലും വന്ന് ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് പറയാനുള്ള കാരണവും അതുതന്നെയാണ്. എന്നിട്ട് അവനെയൊക്കെ പറ്റിച്ചുകൊണ്ട് ഇവരുടെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടന്നടാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ വിക്രമിനാണെങ്കിലൊക്കെ കാലി വരികയാണ്. അങ്ങനെയാണെങ്കിലേ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗംഗേട്ടൻ പുറത്ത് തന്നെയാണല്ലോ, അവരെ തീർത്തോളും എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയണം. മിണ്ടാതിരിക്കടാ. ജയിലിൽ കിടന്നിട്ട് അവൻ ഓരോ വർത്തമാനങ്ങൾ പറയുന്നത് കേട്ടില്ലേ? നിന്നെയൊക്കെ ശരിയാക്കി തരും. അപ്പോഴേക്കും വേറൊരു ആളാണെങ്കിൽ അങ്ങോട്ട് ചെന്നാൽ മതി, ഗംഗയുടെ അവസാനമായിരിക്കും. ഇനി അവൻ ചത്തു മരവിച്ചിട്ടുണ്ടോയെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ വിക്രം ഇയാളിങ്ങനെ തുറപ്പിച്ചിങ്ങനെ തുറപ്പിച്ച് നോക്കുന്നുണ്ടെപ്പോഴേക്കും, നീ എന്തിനാണ് അവനെ തുറപ്പിച്ച് നോക്കുന്നത്? അവൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇനി അവൻ്റെ അന്ത്യം അവിടെയുള്ളവരുടെ കൈ വെച്ച് തന്നെയായിരിക്കും. അല്ലാതെ കല്യാണം കഴിഞ്ഞ് അവരെ തോടാൻ പോലും അവന് പറ്റില്ല. ഇരുന്ന് വാചകടിക്കാതിരുന്ന് ജോലി ചെയ്യടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ നടന്ന് പോവുകയാണ്. അപ്പോൾ പോലീസുകാരൻ പോയി കഴിഞ്ഞപ്പോഴേക്കും, എന്താണ് ചേട്ടാ ഈ കേൾക്കുന്നത്? ഗംഗേട്ടനെ പറ്റിച്ചുകൊണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞു വന്നു. ഇതെനിക്ക് കേൾക്കുമ്പോൾ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എന്നാലും ഗംഗേട്ടൻ പുറത്തുണ്ടല്ലോ, അവരെ തീർത്തട്ടെ ഇനി ഗംഗേട്ടൻ ജയിലിലേക്ക് മടങ്ങി വരുവുള്ളൂ. അതെനിക്ക് വിശ്വാസമുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ പറയാം. മനോഹർ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. മനോഹർ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോഹറിന് സന്തോഷം തോന്നിയാണ്. എൻ്റെ ദൈവമേ, ഏതായാലും അവരുടെ കല്യാണം കഴിഞ്ഞല്ലോ, അത് തന്നെ മനസ്സിനൊരു ആശ്വാസം തരുന്ന വാക്കാണെന്നും പറഞ്ഞുകൊണ്ട് മനോഹറിൻ്റെ ജോലി നല്ല ഭംഗിയായിട്ട് അവിടെ ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ്. അപ്പോൾ കാർത്തികയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാലുമായിട്ട് വരികയാണ് ഈ ദിലീപിൻ്റെ അമ്മ. അപ്പോൾ ദിലീപിൻ്റെ അമ്മ പാല് കൊടുത്തിട്ട് പറയണം, മോളെ ഈ പാല് കൊണ്ട് നീ ദിലീപിന് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ കല്യാണത്തിൽ ഞാനും ദിലീപിൻ്റെ അച്ഛനൊക്കെ ഒരുപാട് എതിർത്തിട്ടുണ്ട്. അതിൽ മോൾക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എന്തിനാ അമ്മേ സങ്കടം? എനിക്ക് അങ്ങനെ ഒരു സങ്കടമില്ല. നിങ്ങൾ പറഞ്ഞതിലൊക്കെ എന്താണ് തെറ്റ്? എന്നെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്നല്ലേ നിങ്ങളൊക്കെ വിചാരിച്ചത്? അതേപോലെ തന്നെ ദിലീപ് ഏട്ടൻ്റെ അച്ഛനെയും അവൻ തീർത്തു. പക്ഷേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് എനിക്കും. ഞാനും ഒരുപാട് പറഞ്ഞതാണല്ലോ ഈ കല്യാണം വേണ്ട എന്ന്. പക്ഷേ ദിലീപേട്ടൻ അതിൽ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറായില്ല. ഏതൊരു അച്ഛനമ്മമാരാണെങ്കിലും അങ്ങനെ തന്നെ പറയുള്ളൂ. മകൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് എല്ലാവർക്കും വേവലാതി ആയിരിക്കും എന്നൊക്കെ കാർത്തിക പറഞ്ഞപ്പോഴേക്കും, അതേ മോളെ, ഏതൊരു അച്ഛനമ്മമാരും അങ്ങനെ ചിന്തിക്കുള്ളൂ. കാരണം ഞങ്ങൾക്ക് ദിലീപ് എന്ന് പറഞ്ഞ ഒറ്റ മകനാണ്. ചെറുതിലെ അവനൊരു അനിയത്തി ഉണ്ടായിരുന്നു. പക്ഷേ ആ അനിയത്തി ഒരു അസുഖം വന്ന് മരിച്ചുപോയി എന്നൊക്കെ പറയാം. അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ദിലീപിൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കാർത്തികയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. ഇപ്പം ഏതായാലും നിന്നെ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് കിട്ടിയല്ലോ, അതിന് വളരെയേറെ സന്തോഷമുണ്ട്. അവന് കല്യാണമൊന്നും മുടക്കാനായിട്ട് സാധിച്ചില്ലല്ലോ. ഇനി ആ കാര്യത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിലീപിനെ മോള് പോയി പാല് കൊണ്ടേ കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയുടെ കയ്യിലേക്ക് പാല് ഗ്ലാസും കൊടുത്തിട്ട് നേരെ കാർത്തിക പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കാർത്തിക നേരെ ദിലീപിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ദിലീപിന് കാർത്തിക കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം. അമ്മ തന്നുവിട്ടതാണ് ഈ പാല്. അമ്മ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോഴും സങ്കടമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ദിലീപ്, അതെങ്ങനെ മറക്കാനായിട്ട് സാധിക്കും കാർത്തികേ?
ആ അച്ഛനെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയൊരു ശക്തിയായിരുന്നു, ബലമായിരുന്നു. ആ അച്ഛനാണ് ഇല്ലാതായിരിക്കുന്നത്. എല്ലാത്തിനും കാരണക്കാരി ഞാനല്ലേ ദിലീപേട്ട എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കണ്ടോ വീണ്ടും തുടങ്ങി. താനാണോ കാർത്തികയെ എല്ലാത്തിനും കാരണക്കാരി? അല്ലല്ലോ, ഇതൊക്കെ വിധിയാണ്. പിന്നെ ഗംഗാപ്രസാദിനെ പോലെ ഒരു ആങ്ങളമാരൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് അവനെ പേടിച്ചിട്ട് എന്താ പെങ്ങന്മാർക്കൊന്നും കല്യാണം കഴിച്ച് ജീവിക്കണ്ടേ. പക്ഷേ ഈ സമയത്തൊക്കെ തന്നെ കൈവിട്ടായിരുന്നെങ്കിലേ ഞാനൊരു തൻ്റെ ഇടമില്ലാത്തൊരാണായി പോകും. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കണം, അതാണ് തൻ്റെ ഇടമുള്ള ആണുങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ദിലീപ് നമ്മുടെ കാർത്തികയുടെ മനസ്സങ്ങടെ ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ്. ഏതായാലും എല്ലാം അവസാനിച്ചു. ഇനി ഗംഗാപ്രസാദിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ രണ്ടുപേരും കല്യാണം കഴിഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ സ്വന്തമാക്കിയില്ലേ. ഇപ്പോഴേക്കും നമ്മുടെ കാർത്തികയാണെങ്കിൽ ദിലീപേട്ടാ ഇനിയാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഇനി അവൻ എപ്പോഴാണ് പുറപ്പെട്ടു വരാൻ പോകുന്നതെന്ന് ആർക്കറിയാം. നമ്മൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ വിവരം ഏതായാലും അവൻ അറിയാതിരിക്കില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ദിലീപേട്ടനെയും തേടി അവൻ വരും. നമ്മളെ ഇല്ലാതാക്കാനുള്ളവർ നോക്കും. അതൊക്കെ വരാൻ പോകുന്ന സംഭവമല്ലേടോ, അതിനെക്കുറിച്ച് ഇപ്പം ആലോചിക്കണ്ട. അതെ, നമ്മുടെ സമയം വേസ്റ്റ് ആകുവാണേ. പക്ഷേ കിരണിനെയും കല്യാണിയൊക്കെ സമ്മതിക്കണം കേട്ടോ. എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. കിരൺ കണ്ടില്ലേ, ഒരു ചടങ്ങിന് പോലും പങ്കെടുത്തില്ല. നമുക്ക് വേണ്ടി കാവൽ കെട്ടി നിൽക്കുകയായിരുന്നു പുറത്ത്. അതേപോലെ ഒരു ആൾക്കാരൊക്കെ കിട്ടിയതേ നമ്മുടെ ഭാഗ്യം തന്നെയാണ്. ഇത് കേട്ട കാർത്തികയാണില്ല, അല്ലെങ്കിൽ ശരി തന്നെയാ. കിരണിനെ പോലെയും കല്യാണിയെ പോലെയും രണ്ടാൾക്കാരെ കിട്ടിയത് അത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. പാവം കിരൺ എനിക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരങ്ങളാണ് ചെയ്തത്. ഒത്തിരി പേടിച്ചായിരുന്നു ഗംഗാപ്രസാദ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന്. അതുകൊണ്ടാ ഓരോ ആൾക്കാർ പോകുമ്പോഴും ഈ കിരൺ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ നമ്മളുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് കിരണിനെ പകുതി ആശ്വാസമായത്. ഇപ്പോഴും ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു പേടിയൊക്കെ കിരണിൻ്റെ മുഖത്ത് കാണുകയും ചെയ്യാം. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കിരണിനോട് പറയുകയും ചെയ്തു. ഏതായാലും ഈ കല്യാണമൊക്കെ നടന്നല്ലോ, ഇനി സമാധാനമായെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഫസ്റ്റ് നൈറ്റ് അവിടെ നന്നായിട്ട് ആഘോഷിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. അപ്പോൾ കിരണാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, ഗംഗാപ്രസാദിനെ കിരൺ അടിച്ച് വീഴ്ത്തിയ ആ രംഗങ്ങളാണ് കിരൺ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്. പക്ഷേ അപ്പോഴും കിരണ് മനസ്സിലാവാത്തത് ഗംഗാപ്രസാദ് എങ്ങനെ മരിച്ചുവെന്നാണ്. ഈ കിരൺ ഒരുപാട് ചവിട്ടി നെഞ്ചിത്തിട്ടും ചവിട്ടി ബക്കിനിട്ടും ചവിട്ടി അങ്ങനെ സകലമാനിടങ്ങളിലും ചവിട്ടി. പക്ഷേ അങ്ങനെ ചവിട്ടുകൊണ്ടെന്ന് വിചാരിച്ച് അത്ര പെട്ടെന്ന് മരിക്കുകയില്ല. ആ തലയ്ക്ക് പിറകിൽ കല്ലുകൊണ്ട് ചതഞ്ഞിട്ടാണെന്നും നമ്മുടെ ഈ കിരൺ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ പിന്നെ എങ്ങനെ ഈ ഗംഗാപ്രസാദ് മരിച്ചു അതിനെക്കുറിച്ചാണ് നമ്മുടെ കിരൺ ചിന്തിക്കുന്നത്. അപ്പോൾ കല്യാണിയാണെങ്കിൽ കിരണേട്ടാ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത്? കുറേ നേരം ആയല്ലോ, ഈ ലോകത്തൊന്നും അല്ലല്ലോ. അത് പിന്നെ കല്യാണി പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുകയായിരുന്നു. ഗംഗാപ്രസാദിനെ കുറിച്ചും പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ചും പിന്നെ കല്യാണം നടക്കുകയില്ല എന്നുള്ളൊരു പേടി നമ്മൾ അലഞ്ഞിരിഞ്ഞ് നടന്നതും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ. ഏതായാലും കല്യാണം നടന്നല്ലോ കല്യാണി, അതെനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഗംഗാപ്രസാദ് ആ സമയത്ത് വന്നിരുന്നെങ്കിലോ എന്നൊക്കെ കിരൺ അവിടെ വിഷയം മാറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ കല്യാണിയാണെങ്കിൽ അതേ കിരണേട്ടാ ആ ഒരു പേടി എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗംഗാപ്രസാദ് വന്ന് ആരെങ്കിലും ഉപദ്രവിച്ചിരുന്നെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങിയാനായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ അവനെ സത്യങ്ങളൊന്നും അറിയിക്കാതിരുന്നത്. അല്ല എന്നാലും അവൻ സത്യങ്ങൾ അറിഞ്ഞില്ലേ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ ഏതായാലും കല്യാണം കഴിഞ്ഞല്ലോ, അപ്പോൾ അവൻ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ കിരണേട്ടാ. ഇനിയല്ലേ സൂക്ഷിക്കേണ്ടത്. അവൻ മടങ്ങിയെത്തൂലേ. എന്നിട്ട് ഈ ചേച്ചിയെയും പിന്നെ ദിലീപേട്ടനെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കില്ലേ? അവനൊന്നും ഇനി വരാൻ പോകുന്നില്ല. എൻ്റെ ഒരു നിഗമനത്തിൽ അവൻ നാട് വിട്ടിട്ടുണ്ടാവുമെന്നാണ് സാധ്യത. അങ്ങനെ നാട് വിടാനൊന്നും പോകുന്നില്ല കിരണേട്ടാ. അവൻ്റെ സ്വഭാവം ചേച്ചി പറഞ്ഞെനിക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് അവൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാതെ ഏത് നാട്ടിലേക്കും അവൻ ഒളിച്ചോടി പോകാനായിട്ട് പോകുന്നില്ല. കാർത്തിയേച്ചിയെയും ദിലീപേട്ടനെയും എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഇവൻ്റെ മനസ്സിലുള്ളൂ. അതേ കല്യാണി, ഇനി ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ മൂഡ് കളയണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവർ രണ്ടുപേരുടെയും കല്യാണവും കഴിഞ്ഞു. ഇനി ഒന്നും പറ്റിയെന്നില്ലെന്നേ എനിക്ക് ആ ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്. എനിക്കാണെങ്കിൽ ആകെ ടെൻഷനുമാണ്. അവനെ സ്നേഹിക്കുന്നവരും പുറത്തുണ്ട് കിരണേട്ടാ. അവൻ സ്നേഹിച്ച ആ പെണ്ണും അവൾ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലോ പിന്നെ എൻ്റെ ആങ്ങളെന്ന് പറഞ്ഞ ഒരുത്തനില്ലേ വിക്രം,
അവനും ഉണ്ട്. അവനെല്ലാം ഇനി നമുക്കെതിരെ വരുമോ എന്നാണ് ഇപ്പം എൻ്റെ ഒരു പേടി. അവർ വരാനോ? ഈ ഗംഗാപ്രസാദിനെ നമ്മൾ പേടിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ പീറകളെയൊക്കെ നമ്മൾ പേടിക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല കല്യാണി. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. നിന്റെ ചേച്ചിയുടെ ജീവിതം ഇനി അടിപൊളിയായിരിക്കും. നിന്റെ ചേച്ചി കല്യാണം വേണ്ട വേണ്ടാന്നും പറഞ്ഞിട്ട് നടക്കുകയായിരുന്നല്ലോ. അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ? ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ വേലുവിനെയും അതേപോലെ തന്നെ കിരണും രതീഷും കൂടി ഈ ഈ ഗംഗാപ്രസാദിനെ കുഴിച്ചിട്ട് ആ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുക. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നോക്കി വെറിവോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ വേലെടുത്ത് വായിക്കും പറയാണ്, സാറേ ഞാനൊരു കാര്യം പറയട്ടെ സാറേ, ഞാൻ ഈ സത്യേ അമലിനോട് തുറന്നു പറഞ്ഞാലോ? അല്ല, ഗംഗാപ്രസാദ് ജീവിച്ചിരിക്കുന്നില്ല, ഗംഗാപ്രസാദിനെ കൊന്ന് കുഴിച്ചു മൂടിയെന്ന് പറഞ്ഞാലോ? എടാ വേലു, നീ എന്തൊക്കെയാണ് പറയുന്നത്? അബദ്ധമൊന്നും കാണിച്ചു പോരുത്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. നീ ചുമ്മാ അബദ്ധം കാണിക്കാൻ നിൽക്കരുതട്ടാ വേലു. അല്ല സാറേ, അത് വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടില്ല സാറേ. എനിക്ക് അവരുടെയൊക്കെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ സമാധാനത്തോടെ ഇരുന്നോളുമല്ലോ. ഇപ്പം അവർ ഭയങ്കര വേവലാതെ പിടിച്ച് നടക്കുന്നൊരവസ്ഥയിലാണ്. ഇനി അവൻ മടങ്ങിയെത്തോ? കല്യാണം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് കല്യാണ പെണ്ണിനെയും കല്യാണ ചെറുക്കനെയും എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു പേടി എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ പേടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞ. എടാ, എന്തൊക്കെ സംഭവിച്ചാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് അവൻ ചത്തു, അവനെ നമ്മൾ കുഴിച്ചുമൂടി ഇടുകയും ചെയ്തു. ഇനി ഈ ഒരു സത്യം ആരും അറിയണ്ട. അവൻ നാട് വിട്ടൊന്ന് കരുതിക്കോളും. പിന്നെ പോലീസുകാരുടെ മനസ്സിലും പിടികിട്ട പുള്ളിയായിട്ട് അവൻ അങ്ങോട്ട് മാറിക്കോളും. നമ്മളായിട്ട് ഇനി സത്യം തുറന്നു പറഞ്ഞ് ഇനി കേസായി അന്വേഷണമായി പിന്നെ വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങളായി ആർക്കും ഒരു മനസ്സമാധാനം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സത്യങ്ങൾ ആരോടൊന്നും പറയണ്ട. നമ്മൾ ഏതായാലും ഇവനെ കുഴിച്ചിട്ട സ്ഥലത്ത് ഈ തെങ്ങ് വെച്ചിട്ടുണ്ട്. ഇത് 3 വർഷം കൊണ്ട് കായ്ക്കണ തെങ്ങാണ്. അങ്ങനെ വെള്ളവും വളവും ഒക്കെ ഇട്ട് നമ്മൾ ഈ തെങ്ങിനെ അങ്ങോട്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ തെങ്ങ് നമുക്ക് ഫലവും തരും. അതുമാത്രം ചിന്തിച്ചാൽ മതി. പിന്നീട് ആരും ഇവിടെ എന്താണ് തെങ്ങ് പൊക്കി നോക്കാനൊന്നും ആരും വരയൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും നമ്മൾ ടെൻഷൻ അടിക്കണ്ട സാറേ. എന്നാലും സാറോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഞാൻ കാടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷേ സാറിനെ പോലൊരു ധൈര്യശാലിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ സത്യമായ കാര്യങ്ങളാണ് സാറേ പറയുന്നത്. സാറേ പോലുള്ള ധൈര്യശാലിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത്രയൊക്കെ വന്നിട്ടും സാർ ഒറ്റക്ക് അവനെ നേരിട്ടില്ലേ? അവനെ ഒറ്റയ്ക്ക് കുത്തി മലർത്തിയില്ലേ സാറേ? അതൊക്കെയാണ് സാറേ ധൈര്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ വീണ്ടും ചിന്തിക്കുകയാണ്. കാരണം ഗംഗാപ്രസാദ് മരിക്കാനുള്ള കാരണം കിരണല്ല എന്ന് കിരണിനറിയാം. എന്നാൽ എങ്ങനെയാണ് മരിച്ചത്? അവൻ്റെ തലക്ക് നല്ലൊരു അടിയും കിട്ടിയിട്ടുണ്ടെന്ന് കിരണ് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇനി അതാണ് കണ്ടെത്തേണ്ടതെന്ന് കിരൺ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ അവർ എല്ലാവരും അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. പിന്നീട് നമ്മുടെ കാർത്തികയെ കാണിക്കുകയാണ്. അപ്പോൾ കാർത്തികയാണെങ്കിൽ അത് രാവിലെ കുളിച്ചിട്ട് നേരെ ദിലീപിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ദിലീപിൻ്റെ അടുത്ത് ചെന്നിട്ട്, ദിലീപേട്ട ഇത് എന്തുറക്കോ? എണീക്കുക അങ്ങോട്ട്, ചായ കുടിച്ചിട്ടെ. താ രാവിലെ ആയിട്ട് കുളിച്ച് ചായയും കൊണ്ട് വന്നോ? പിന്നെ അല്ലാതെ. എടോ, ഇന്നലെ ലേറ്റായിട്ടല്ലേ കിടന്നുറങ്ങിയത്? തനിക്കെന്താ ഉറക്കമൊന്നുമില്ലേ? എൻ്റെ ദിലീപേട്ടാ, ഞാൻ എത്ര ലേറ്റായിട്ട് കിടന്നാലും 6 മണിക്ക് അപ്പുറം പോകില്ല. ഞാൻ നേരത്തെ എണീക്കും. പിന്നെ കല്യാണി കൂടെ കിടന്നാൽ പറയണ്ട, ആദ്യം നേരത്തെ എണീക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ആവട്ടെ, പെണീറ്റല്ലോ, താനിവിടെ വന്നിരിക്കടോ. ദിലീപേട്ടൻ ചായ കുടിക്കുക. ചായയൊക്കെ പിന്നെ കുടിക്കാം, താൻ എൻ്റെ അടുത്ത് വന്നിരിക്കുക. അങ്ങനെ കാർത്തിക നേരെ ദിലീപിനെ സ്നേഹത്തോടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും, അതെ, എനിക്ക് ഈ കിരണിനെയും കല്യാണിയെക്കുറിച്ച് ഓർക്കുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്ന ഒരു വല്ലാത്തൊരു സംഭവമാണല്ലേ. അത് ദിലീപേട്ടൻ പറഞ്ഞ സത്യം തന്നെയാണ്. അവർ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അവരെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ കല്യാണിയെ ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. കല്യാണി അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഒരു അതിരാവിലെ എണീക്കും. അതായത് ഒരു 3-3:30 ആകുമ്പോൾ എണീക്കും. എന്നിട്ട് പശുവിനെ കറന്നിട്ട് സൊസൈറ്റിയിലൊക്കെ പോയി പാല് കൊടുത്ത് വീണ്ടും തിരിച്ചു വന്ന് വീട്ടിലെ ജോലികൾ മുഴുവനും ചെയ്ത് അങ്ങനെ മറ്റുള്ളവരുടെ ആട്ടും തുപ്പൊക്കെ കേട്ട് അങ്ങനെ ഒരുപാട് ജീവിത പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞ് വന്ന ഒരു കുട്ടിയാണ് കല്യാണി. അതുകൊണ്ട് അവൾക്ക് ഏത് രീതിയിലും ജീവിക്കാനുള്ള മനസ്ഥിതിയുണ്ട്. ഏത് സാഹചര്യത്തിലും അവൾ മുന്നോട്ട് പോകും എന്നൊക്കെ കല്യാണിയെക്കുറിച്ച് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പറയുകയാണ് കാർത്തിക. ഇത് കഴിഞ്ഞപ്പോഴേക്കും, എടോ, നമ്മളും വലിയൊരു ഇത് തരണം ചെയ്തിട്ടാണ് രണ്ടുപേരും ഒന്നിച്ചത്. ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞൊരാള് നിസ്സാരക്കാരനല്ല. അയാളെയൊക്കെ അതിജീവിച്ചാണ് നമ്മൾ രണ്ടുപേരും ഒന്നായിരിക്കുന്നത്.
എൻ്റെ ദിലീപേട്ട. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ കൂടുതലും പേടി. ഇപ്പോഴും ആ പേടി അങ്ങോട്ട് വിട്ടു പോയിട്ടില്ല. ഞാൻ കാരണം ഇനി ആർക്കും ഒരാപത്തും വരാൻ പാടില്ലെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയൊരു വിയോഗം കൂടി എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല ദിലീപേട്ട. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ലടോ. ഇനി അവൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിലീപ് വലിയൊരു കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.